പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിനുള്ളിൽ കയറുകയാണ്. ചെറിയ അതിലേക്ക് കൊടുക്കാത്തത് കണക്ക് വരെ എങ്ങനെ കമ്പിനേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടുന്ന് കുറേ അയൺ കിട്ടുക. കുറേ അയൺ കിട്ടിയിട്ട് നമ്മൾ നല്ല ഇതൊക്കെ ഉണ്ടാക്കി ഈ ആർമറും പോയി എല്ലാ സാധനവും ഉണ്ടാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യണം, ഈ വില്ലേജ് കണ്ടുപിടിക്കണം. ചെറിയ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് ഈ ഇതേപോലെ പറയാൻ പറ്റില്ല. എന്നാലും ചെറിയ ബേസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത്ര ചെറിയ ഫസ്റ്റ് അതേ നല്ല മഴയുണ്ട് കിടക്കാനും പറ്റുന്നില്ല. ഇവിടെ വാർത്തയുണ്ട്. പിന്നെ ചെറിയൊരു സാധനം അത് അതിന് വേണ്ടി കുറച്ച് വെള്ളം താഴെ മഴയിനെപ്പോഴാ നമുക്ക് കൊല്ലണത്. നമുക്ക് ഒരു അൺലിമിറ്റഡ് വാട്ടർ സാധനം ഉണ്ടാകും. തിരിച്ചുമേളി അത് പൊന്നെ ചെറുതായിട്ട് പിന്നെ ഇതിനകത്ത് അയ്യൻ ഫാം അയ്യൻ ഫാമിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ വില്ലേജിൽ മറ്റേ ബ്രീഡിങ് ഫാമൊക്കെ തുടങ്ങുന്നത് മറ്റേ അയ്യൻ ഫാം റെയിലും മറ്റേ കൊണ്ടാണ് ഓരോ ചട്ടൊക്കെ എന്താ നമുക്ക് റെയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇതാണ് എനിക്ക് ചോദിക്കാൻ പറഞ്ഞത്. ഡേർട്ട് എടുക്കുന്നുണ്ടോ? രണ്ട് ഡേർട്ട് ഇല്ല. അയ്യോ ഞാൻ അവിടെ നോക്കിയാൽ ഡേർട്ട് അത് നടക്കുന്നുണ്ട്. ഇല്ല ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതങ്ങ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ടങ്ങ് പണിയൊക്കെ പോയേക്കാം. ഫോയുടെ പോയി ഫോൺ എടുത്തിട്ട് പറഞ്ഞേ ഉള്ളൂ. കുഴപ്പമില്ല. കാലത്തൊക്കെ ഇതായിട്ടാണ് നമുക്ക് പോ കഴിച്ചു തോന്നുന്നുണ്ടോ എൻ്റെ പിന്നെ കളറൊന്നും മാറുന്നത് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ആവുന്ന മഴയൊക്കെ പെട്ടെന്ന് ഇവിടെ വെക്കുക. അങ്ങനെ കഴിച്ചാൽ ഫുള്ള് ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ഞാൻ സാധനങ്ങളൊക്കെ പറ്റി ബാക്കിൽ തോന്നി കൈസ് അമ്മയെ ഓടി വീട്ടിൽ കയറി വേണ്ട കൈസ് അവനെ കൊണ്ടു നമുക്ക് വാങ്ങാനും പറ്റൂല. മതിയെ എവിടെ നാളെ കൂട്ടി വന്ന സീനാവും. നാളെ കൂട്ടി വന്നാൽ അത് മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡേ 3 നാളാണല്ലോ പറയും. പുറത്തൊക്കെ സ്കൂളിൽ വെക്കുന്നത് അതിന് 10 ഉണ്ട്. അതൊക്കെ ആവട്ടെ നമുക്ക് കഴിച്ചാൽ. പിന്നെ ഇവിടുത്തെ 10 കിട്ടുള്ളൂ. ഭയങ്കര നോക്കിയത് 10 കിട്ടുള്ളൂ. ഉള്ളത് വെച്ച് നോക്കിയിട്ടുണ്ടാകും. ഉള്ളത് വെച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെന്താ പിന്നെ സ്കൂളിൽ വളരട്ടെ കഴിച്ച് പിന്നെ കുറേ പേര് വരുന്നു. ഇന്ത്യയിലൊക്കെ കണ്ടുപിടിക്കാൻ പോകും. ചട്ടി ആടിനെ പോയി. പക്ഷെ നമുക്ക് ഇങ്ങനെ ടേമാകാൻ പറ്റും. ടേമാകണമെങ്കിൽ ഈ ബോണെന്തോ സ്ഥലത്തിന് പോയി കട്ടെടുക്കുന്നുണ്ട്. ബോൺ കിട്ടും. ഓ ഇല്ല കളി ഒക്കെ പാർട്ടി ലോകിലാവില്ല. പിന്നെ മുന്നേരൊക്കെ ഒന്ന് വീശി കിട്ടും. എന്തൊക്കെ തരും
അയ്യേ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് ഇതിനെ കൊല്ലാം. ഇങ്ങനെ അടിയോ ആരാ അടിക്കുക? അയ്യേ തുപ്പട തുപ്പരുത് 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 തുപ്പണവൻ അങ്ങനെ ഇങ്ങനെ തുപ്പടേ തുപ്പണി തുപ്പിയ തെണ്ടി ഗൈസ് ഇതെന്താ രാവിലെയാവുന്നില്ല. പിന്നെ നമുക്ക് ലെതറിലേക്ക് ഇത് ലീഷ് നമുക്ക് ഉപയോഗം ഉണ്ടായിരുന്നു. നമുക്ക് ഹോം എത്തിച്ചേക്കാൻ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ടാക്കുന്നുണ്ട് ചെസ്റ്റ് ഉണ്ടാക്കണത്. സ്വപ്നങ്ങൾ പ്ലാൻ വഴിയില്ലേ ഒന്നുണ്ടല്ലോ. 2 ചെസ്റ്റ് ഉണ്ടാക്കില്ല. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഇത് ബോള് വേണം. അപ്പം വാട്ടർ ഈ വെള്ളം നമ്മൾ അൺലിമിറ്റഡ് സാധനം ചാടി ഒരു അടുത്ത ഇതാണെങ്കിൽ വാട്ടർ ബോക്കറ്റ് വെയിറ്റിങ് മാറ്റി വെച്ചിരുന്ന ട്രെയിൻ ശരിയാവും. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഫർണസ് വെച്ച് ചെയ്യണം. അത് ഇനി അയ്യുന്നുണ്ട് അത് പോയിച്ചു. എന്നിട്ട് ആ 2 ഡോർ എന്തിനാ പിന്നെ ഇത് തീർന്ന ഇതിന് വേണ്ടി നമുക്ക് ഞാനപ്പോൾ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സൈഡിലേക്ക് വെച്ചേക്കണം. ഫർണസ് അതല്ല ഇത് സ്റ്റോൺ ഉണ്ടായിരുന്നു. മീറ്റൊക്കെ കുറച്ചുകൂടി കുഴപ്പമില്ല. ഉള്ളത് കുറച്ച് പോലെ തന്നെ അങ്ങനെയാണ് ഇച്ചിരി പ്ലാങ്ക് കൊണ്ടുവരും. ഇച്ചിരി പ്ലാങ്കൊക്കെ വേണം നോക്കാം. പ്ലാങ്ക് വേണം, ഫുഡ് വേണം. ഇപ്പം തന്നെ പുറത്തുനിന്ന് പറിച്ചിട്ടില്ല. അതൊക്കെ വീട്ടിൽ അപ്പുറത്തുണ്ട്. ഒരു സൗണ്ടല്ലേ ഇവിടെ കേൾക്കുന്നേ. അത് പോയേ കണ്ടാ പൊട്ടിത്തെറിക്കും. കണ്ടാ പൊട്ടിത്തെറിക്കേ. എൻ്റെ പൊന്നി ഇന്നത്തെ നമുക്ക് മഴയായിരുന്നു. ഞാൻ കരുതിയിരുന്നു ഇത്തിരി ഫുഡൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നാണ്. ഇതൊക്കെ മഴ കഴിയും. ഇന്ന് ഇറങ്ങാൻ പറ്റാത്ത പിന്നെ ഇത് രണ്ടും ആവണ സമയം കൊണ്ട് ആരെങ്കിലും ലൈക്ക് അടിക്കാതുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യരുത്. ഓക്കെ പിന്നെ അയ്യ നമുക്ക് ഇഷ്ടമാതിട്ടുണ്ട്. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അയ്യ ഇതിൻ്റെ ഫാം ഉണ്ടാകുന്നുണ്ട്. ഈ ഫാമിൻ്റെ ആവശ്യം വേണ്ടി പോയ കാരണം ഇത് 1.25 ശതമാനം കൈസ് നമ്മുടെ ഇത്. പിന്നെ വുഡ് ലോഗ്സ് പറിക്കണം, പ്ലാന്റ് പറിക്കണം. പിന്നെ എന്താ ഡയമണ്ട് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഓർമ്മ ചുറ്റിന് മോപ്സാണ്. അതില്ല കണ്ടോ എനിക്ക് ഓർമ്മയില്ല ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ കേവ് കണ്ടതൊക്കെ ഓർമ്മയില്ല. കേവ്
എനിക്ക് അയ്യണായി പ്ലാൻ ചെയ്തിട്ട് അടിപ്പിക്കാറ് എനിക്ക് ചേട്ടനായിരുന്നു ചേട്ടന് നല്ല പങ്ക് അന്ന് ഓടാൻ പറ്റില്ല പട്ടിയെ കടിക്കൂ ആ രണ്ട് സാധനം കിട്ടി എന്തായിരുന്നു നല്ല കാര്യം പറഞ്ഞ ആവരിച്ചില്ല പറ്റിപ്പോയാ ഒന്നൊരു ഇഷ്ടം മാതിരി കളിക്കുന്നു എന്താ അരിയ 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 ഇഷ്ടംമാര് സാധനമുണ്ട് കാലി എൻ്റെ പള്ളി എത്ര ബോം കിട്ടി ഒരു തോൽ 3 ആരോ കിട്ടിയിട്ടുണ്ട് വേണ്ട 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 മതി 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 പട്ടി ഇവിടെ പട്ടി നല്ല കളറ് പട്ടി പോയിട്ട് ഇതൊക്കെ ഈ അയ്യനൊക്കെ ഇതൊക്കെ ചെറിയൊരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അമ്പുണ്ട് 3 മീനുണ്ട് 4 കാണുന്നത് നമ്മളെ ഫാമിലി പറയുമ്പോഴാണ് ഇപ്പൊ കണ്ടില്ലേ 3 ഇതല്ലേ കളിപ്പിക്കല് നാട്ടുപക്ക ചെയ്യുന്നത് പാലടിച്ചിടം കള്ളന്മാർ സീസണാണ് കുറച്ച് ആദ്യത്തെ കൂടുതലുണ്ട് ഇതൊക്കെ അവന്മാരെ അമ്മിട്ട് കളിയതല്ലേ ഒറ്റടി എത്താം എന്ത് കോപ്പറങ്ങാണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഇത് കൊള്ളൂലാത്ത ഗെയിമാണ്
ഒരുമാതിരത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർന്നായിരിക്കും ഞാൻ വളച്ചറിയായിരുന്നു. ഇരുന്ന ടോർച്ച് അവിടെ എടുത്തോട്ടെ. ഞാൻ ഈ വഴിക്ക് എങ്ങനെ ഒന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കണം ഗൈസ്. സ്ഥലം വിട്ടേക്കാം. എനിക്ക് ഓരോ വഴി അറിഞ്ഞൂടെ. ആ ഗൈസ് ഈ നൈറ്റോടെ മഴ പോയാൽ മതിയായിരുന്നു. എന്നിട്ട് നമുക്ക് സ്റ്റോറി മഴ തീരുന്ന വെറൈറ്റി തോന്നി. ഈ ചെറുതായിട്ട് നമ്മൾ വീടൊന്ന് മാറാൻ പോകാൻ ചെറുതായിട്ട്. അപ്പോൾ ഗൈസ് ഇവിടെ വരുമെന്നൊന്നും ഇനി അറിഞ്ഞൂടാ. ആവശ്യമുള്ളതാണ് എടുത്തിട്ട് പോവാം. ആ ഫുഡ് വേണം, അയൺ വേണം, ഇത് വേണം. 50 ഇരുന്നോട്ടെ, വില്ലു ഇരുന്നോട്ടെ. ഇനി ആരും മട്ടൺ വേണം. പിന്നെ ലീഷ് വേണം, വട്ടപ്പെട്ട് വേണം, ബോൾ പിന്നെ പോ. അപ്പോൾ ഒരു ക്രാഫ്റ്റിൻ്റെ പെർമിഷൻ കൊടുക്കില്ല. ഒരു വഴിക്ക് പോകുന്നെങ്കിൽ രണ്ട് ക്രാഫ്റ്റിൻ്റെ പുറത്ത് പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീടങ്ങ് മൈഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം എടുത്തിട്ടില്ല, എല്ലാം എടുത്തില്ല. പൊട്ടറ്റോ വെറുതെ വാങ്ങുന്നത് എൻ്റെ ഇരുന്ന് അറേഞ്ച് ചെയ്തത്. ബെഡ് കയറുന്നോട്ടെ, ഇത് കഴിയും ടോർച്ച് നോക്കില്ല, വെറുതെ നിങ്ങളെ കഴിച്ചു. പിന്നെന്താ, പിന്നൊന്നും വേണം. പിന്നെ നമുക്ക് അപ്പോൾ കൈസ് നമ്മുടെ എല്ലാ തുടക്കം ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ കുമ്പിട്ടുണ്ട്. ഒരു 1 നിമിഷം കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഓക്കെ. അപ്പോൾ കൈസ് ഇവിടെ അടുത്ത് എവിടെ ഒരു വില്ലേജ് കാണണം കൈസ്. അവിടെ ഒരു സോംബി ആയിട്ടുള്ള വില്ലേജ് നമ്മൾ കണ്ടതാണ്. ഗൈസ് അപ്പോൾ ഗൈസ് ഒന്നുകൂടി ഞാൻ കണ്ടിട്ട് അത് എന്തോ പ്രശ്നം പറ്റിയത് ഗൈസ്. അത് നമ്മൾ സെറ്റൊക്കെ ചെയ്താൽ ഓക്കെ. നമ്മൾ എവിടെ വെച്ചാൽ മഴയൊക്കെ പോയി ഗൈസ്. ഓക്കെ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. ഓക്കെ അപ്പോൾ ഈ അമ്പിൻ്റെ പ്രവർത്തനം എങ്ങനെ കളിക്കണം എങ്ങനെ വെച്ചാൽ കൊള്ളാൻ കേട്ടാ. അമ്പ എവിടെ കൊള്ളാല്ലേ? അമ്പ തിരിച്ചു കയറോ? ഗൈസ് അമ്പൊക്കെ തിരിച്ചെറും ഗൈസ്. നമ്മൾ ഗോൾ പറഞ്ഞു ഫൈൻ്റെ കത്തിച്ചോളൂ. ആ ഗുഹയിൽ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. റോട്ടം കാര്യമായിട്ട് ആ ഗുഹയിൽ എന്തോ ഉണ്ട് സാധനം. അതല്ലെന്ന് ഇത് ഈ ഒരു പന്ന കേവിലാണ് ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്ത. വെറുതെ ചെറിയ ഇതാണ് എൻ്റെ കുഴപ്പം. ഇവിടെ കേവ് ഉണ്ട്, അപ്പം കയറും. ഓക്കെ നമുക്ക് രാത്രി മുമ്പ് നമ്മളൊരു വില്ലേജ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ അത് ഞാൻ വന്നതാണ് ഔട്ട്. പിന്നെ ഫോറസ്റ്റ് ബയോമിൽ വില്ലേജ് വന്നിച്ചിരി പാടായിരിക്കും.
നമുക്കിത് ഇങ്ങനത്തെ ബയോമിൽ വേണം പോകാൻ. സാധാരണ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ബയോമില്ലേ കൈ, അങ്ങനത്തെ ബയോമിൽ പോയാൽ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ, വില്ലേജ് കിട്ടത്തുള്ളൂ. അതിൽ അവിടെ ഒരു വില്ലേജ് സോംബി കാണുന്നുണ്ട്, വില്ലേജർ സോംബി ഇല്ലേ, അതിനെ കണ്ടപ്പോൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ചാൻസ് ഉണ്ടാവില്ലേ. ആ ഇതെൻ്റെ ആളല്ല, അതൊക്കെ ഇങ്ങോട്ട് തന്നെ പോയി നോക്കാമല്ലേ. ആ മലയുടെ അവിടെ എങ്ങാണ്ടാണ് നമ്മുടെ പീസ്. അത് പറഞ്ഞിട്ട് കഴിഞ്ഞു പീസ്. ഓക്കെ, പിന്നെ ഗൈസ് നിങ്ങൾ ഈ ഫോറസ്റ്റ് പോയി നിങ്ങൾ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു ഗൈസ്. ഓ ഗൈസ് എനിക്ക് പിന്നെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിലും മുഴുവൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാം ഗൈസ്. ഓക്കെ, പിന്നെന്താ ഇവിടെയൊക്കെ തന്നെ വീട് വരുന്നത്. ആ മല കയറി ഇറങ്ങിയത് ദേ നമ്മുടെ വീട്. ബൈ ഹായ് വീട് കറങ്ങി തന്നെ ഞാൻ ഇവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഓ ഗൈസ് ഫുഡ് നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് പറയണം ഗൈസ്. ഓ മൈ ഗോഡ്, ദാറ്റ്സ് സോ ക്രെഡിബിൾ. നമുക്കിത് കഴിഞ്ഞങ്ങോട്ട് പോയാലേ പറ്റത്തുള്ളൂ കേട്ടോ ഗൈസ്. അടുത്ത എവിടെയോ വില്ലേജ് ഉണ്ട്, അത് ഞാൻ എനിക്ക് ഉറപ്പാണ്. കാരണം വില്ലേജർ സോമ്പിനെ കണ്ടതല്ലേ. ഈ തത്തേനൊക്കെ എങ്ങനെയാണ് ടേം ചെയ്യണമെന്നൊക്കെ അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇതൊക്കെ. ഇത് ഫോറസ്റ്റ്, അത് ഫോറസ്റ്റ് ബയോമില്ലല്ലോ. അതെല്ലാം ഫോറസ്റ്റിലാണ്. ദേ പട്ടി നിക്ക് ബോൺ ചടിക്കറങ്ങോട് കുട്ടി പട്ടി പട്ടി ഇതേ ബോർഡ് പട്ടി ഇല്ല പോലെ 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 അതേ ടേമായി. ഇനി നമ്മൾ പറഞ്ഞെല്ലാം കേൾക്കോ? നമ്മൾ ബാക്കി വരൂ, ദൂരോട്ട് പോയിട്ട് നോക്കട്ടെ ഗൈസ്. ലോഡിങ് ആഡ് ബസ്. ആ ഗൈസ് നമ്മൾ ബാക്കി വരും ഗൈസ്. എന്ത് ആ ബാക്കി വരും ഗൈസ്. ഇന്ന് തൊട്ട് നമുക്ക് ഇവൻ്റെ പേരെന്താക്കാം? നമുക്ക് ഇവൻ്റെ പേര്, നിൻ്റെ പേര് റൗഡി. ആ ഏടാ റൗഡിയൊക്കെ റൗഡി തന്നെയാണ്. ഇതൊന്നും ഇത്ര പോണ വഴിച്ചിട്ട് മെല അങ്ങ് പറിച്ചിരിക്കുന്നു. അപ്പോൾ കഴിച്ച് നമുക്ക് റൗഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചമ്മായി കിട്ടിയിട്ടുണ്ട്. ചമ്മായാണ്, പട്ടിയാണ്, എന്തെങ്കിലും ഉണ്ട്. റൗഡി ഇതാണ് പേര്. പിന്നെ വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ടൈം ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഇത് വെച്ചും കണ്ടില്ല ടൈം ചെയ്യണം. പക്ഷേ ഓ ഇത് നമ്മുടെ ബാക്കി പറഞ്ഞിട്ട് ഇങ്ങനെ തിളങ്ങാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാക്കി വരും. ഒരു മിനിറ്റ് കഴിച്ചിട്ട് ദൂരത്തേക്ക് പോയി നോക്കട്ടെ. ഇല്ല ഗൈസ്, പോളാർ ബി അതായത് സ്റ്റക്കായി പോയിട്ടാണ്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഗൈസ്. നമ്മുടെ ബാക്കിൽ വരൂലേ ഇതില്ലെങ്കിൽ? നമ്മുടെ ബാക്കിൽ വരൂലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ രാത്രി ആവാറേ ഡേഞ്ചർ കഴിഞ്ഞു. വേഗം പോകുക ഗൈസ്, വില്ലേജ് വെറുതെ കാണുമായിരിക്കും. അങ്ങനെ ഗൈസ് ഫോൺ വയ്ക്കുന്ന ഒരു പട്ടീനെ കിട്ടി. ഭാഗ്യം. പട്ടി നമ്മുടെ ബാക്കിൽ എപ്പോഴും വേണമെങ്കിലും വരുമോ? ഇത് അതവിടെ തന്നെ നിൽക്കുന്ന ബോട്ട് പട്ടി നമ്മുടെ ബാക്കിൽ. ശരിയല്ലോ, ഞാൻ വെറുതെ കൊടുത്തോക്കിയാണ്. നമ്മൾ രാത്രി ആവാനായിട്ട് കാത്തിരിക്കരുത്. പട്ടി കടയും ആ റൗഡിക്ക് വേറെ പേര് വല്ലത്.
അടിച്ചിട്ടുള്ള പട്ടിയാട്ടാ. റൗഡിക്ക് വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പേരിടുന്നതായിരിക്കും. എനിക്ക് ദേഷ്യം കയറിക്കാകുമ്പോൾ ഓഫീസ് ഇവിടെ അതുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം നോക്കിയല്ലോ, പറ്റൂല ഓഫീസ്. ഇല്ലെങ്കിൽ എന്തായാലും ഉമ്മാരെ കൂടി നമ്മുടെ ഉമ്മേ പച്ചത്തേനെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ചൂടി എന്നത് സേഫ് അല്ല. ബാബു ഒടുക്കത്തിലാഗ്. ഞാൻ ലെറ്റ് നോക്കിയിട്ട് ഒടുക്കത്തിലാഗ്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ബാബു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ പട്ടി നീന്തി കിടന്നു വരുമോ അറിയില്ല ചോദിച്ചാൽ. എവിടെ പോയാലും പറഞ്ഞല്ലേ, കളയാണ്ട് വരേണ്ടതാണ്. ക്രീപ്പറാണോ? അല്ല കഴിച്ചല്ല, ക്രീപ്പറല്ല. പിന്നെ ഈ സാൻഡ് നമ്മളെ മറ്റേ ഇതിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കിയ മറ്റേ ഇത് കിട്ടുമെന്ന്, മറ്റേ ഗ്യാസ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തോ പോലെ അതേ വന്ന് കഴിച്ചു കേട്ടോ. ബാ വില്ലേജ് വേറീസ് വില്ലേജ്. ഈ ഫോറസ്റ്റ് ബയോമിലൊക്കെ വില്ലേജ് കാണാൻ ഭയങ്കര പാടായിരിക്കും ഗൈസ്. നമുക്ക് എല്ലാം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു പോകാം. ഞാൻ വോയിസ് വില്ലേജ് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് അയൺ ഫാമും ബ്രീഡിങ് ഫാമും മറ്റേതും മറിച്ചതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ മറ്റേ ഇതില്ലേ ഈ ട്രേഡ് ചെയ്യണ സാധനം, അതൊക്കെ ഉണ്ടാക്കാം. ടിക്ടാക്ക് നിൽക്കാം. ആരോട് പറയേ? മേം 1000 മിനിറ്റ് എടുത്തിട്ട് കുറച്ചൊന്നും. അപ്പോൾ ഗൈസ് ഇവിടെ വില്ലേജ് ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഫോണ് എല്ലാ സ്ഥലത്തും പട്ടി വരെയുണ്ട്. ഇത് ബോട്ട് ഉണ്ടാക്കി പോയത് കാരണം ഈ ഐലൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാൻ ബോട്ട് എടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. അതല്ല, ബോട്ട് എടുത്തിട്ട് ഒരു വില്ലേജ് കണ്ടിട്ട് ഇപ്പോൾ വരാം ഗൈസ്. എ multi-millions of years of economy Indian ഗായ്സ്. അവിടെ ഒരു വില്ലേജ് ഗായ്സ്. എന്നെ എത്ര ആയിരുന്നു തപ്പിയെന്നറിയോ ഗൈസ്? എത്ര ഏകദേശം 4.5 മണിക്കൂറെങ്കിലും എടുക്കുകയാണ് ഗൈസ്. ഗായ്സ് എത്ര സമയം എടുത്തു, എത്ര നേരം ഗായ്സ്. ഫൈനലി ഒരു വില്ലേജ് കിട്ടി. ഫൈനലി എന്ത് സാധനം? അങ്ങനെ അത് ചിലപ്പോൾ വില്ലേജ് അടുത്ത പാർട്ടായിരിക്കും ഗായ്സ്. ഒരു വില്ലേജ് കണ്ടുപിടി. ഞാൻ ആദ്യം വരുന്നത് സിമ്പിളെന്നായി അടുത്ത വില്ലേജിൽ. എൻ്റെ പൊന്നെ, ഇത്രയ്ക്ക് പാടാന്ന് ഞാൻ കരുതിയതേയില്ല. എൻ്റെ അമ്മ, ഒന്നും പറയണ്ട. ഞാൻ എല്ലാം വിടാൻ എൻ്റെ പൊന്നെ ഗായ്സ്. ഞാൻ ആ സോംബിയിലേക്ക് ഈ അടുത്തെവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്നാണ് കരുതിയത്. എന്നിട്ട് എൻ്റെ പള്ളി അതിനൊക്കെ ഇല്ല എൻ്റെ ഇതിലേക്ക് ഞാനും പിന്നെ അതേപോലെ നമ്മുടെ അവിടേക്ക് കണ്ടിരുന്നു. ഓക്കെ എനിവേസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് വരിക. എന്തോ ഈ സാധനം ഞാൻ എൻ്റെ അവിടെ എവിടെയോ കണ്ടിരുന്നു പറഞ്ഞു. എൻ്റെ അവിടെ എവിടെയോ കണ്ടിരുന്നു.
പക്ഷെ ഇവിടെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോകും നോക്കിയില്ല. പുറത്തുനിന്ന് വന്നപ്പോഴേ ജയിച്ചു നമുക്ക്. ഓക്കെ, ഇവിടെ എന്തോ സാധനമുണ്ട്, ചെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ആപ്പിൾ, പിന്നെ ഒരു വാള്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു വാള്, എന്താണ്ടൊക്കെ എല്ലാം ഞാൻ ആചരിച്ചു. കൊള്ളാം കേട്ടോ, ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവിടെ ആയിട്ട് എന്തൊരു സാധനം കൂടി നമ്മുടെ അതിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതിന് മുമ്പ് എനിക്കിവിടെ ഒരു ചെറിയൊരു വീട് വേണം, ചെറിയൊരു വീട്. ഇവിടെ ആയില്ല മാമ, ഒരുങ്ങിട്ടില്ല. ഞാനാണ് ഇവിടുത്തെ ആള്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാം. ഇവിടെ ഇത് ഒരു ഫർണാസ്, ഇച്ചിരി ചെസ്റ്റ് വേണമായിരുന്നല്ലോ. ഒരു പ്രായം കൂടി വേണം. എന്തിനടേ ഇത് ഊറ്റി പിഴിഞ്ഞെടുക്കുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ കൂട്ടമില്ല. ചേറങ്ങോട്ട്. അയ്യോ അയ്യോ പൈസ നോക്കി ഒരു ചേട്ടനവിടെ വീടില്ല. അയ്യോ ആരാണ് അവ ആരാണ് അവ പൊട്ടിച്ചത്? എനിവേസ് അത് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഒന്നെങ്കിൽ ഒന്നുള്ളത് വെച്ച് ഓണം പോലെ. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. എല്ലാ സാധനങ്ങളും നോക്കി ഇതിൻ്റെ അകത്തേക്ക് എടുത്തങ്ങ് വച്ചേക്കാം. നമുക്ക് 2 വാളൊക്കെ എടുത്തു ഗൈസ്. എല്ലാം ചിക്കന്, മട്ടന്, ബീഫ്, താറാവ്, കോഴി എല്ലാം എടുത്ത് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ജസ്റ്റ് പ്ലേസ് എന്താ പ്രൊട്ടക്ഷൻ, എന്തൊരു പ്രൊട്ടക്ഷൻ ഇത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്ക് നേരത്തെ ഒരു സ്ഥലമില്ല, അതും കൂടി നമുക്കൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഫുഡ് കഴിയും. അതെവിടെ ഞാൻ കണ്ടത്? ഈ ബെഡ് വെച്ചിട്ട് ഇവിടെ എങ്ങാണ്ടായിരുന്നു ഗൈസ്. ഇവിടെ എവിടെ ഇതായത്? ഗൈസ് ബെഡ് അതേ ഇരിക്കുന്നു ഗൈസ്. അത് ഗൈസ് ഇവന്മാരുടെ വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്ന് പറഞ്ഞോളൂ ഗൈസ്. ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ, ഫൈനലി ഇത് കുറേ നേരമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ആ ചെറിയ വില്ലേജ് കിട്ടി. എനിക്ക് ആൾക്കാരുണ്ട്, സോംബീസ് കൊണ്ട് കഴിച്ചില്ലേ. ഇവിടെ നിറയെ ആൾക്കാരുണ്ട് ഗൈസ്. അറ്റാക്ക് ചെയ്യൂ ഇവര് അറ്റാക്ക് ചെയ്യൂ? കണ്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടൊക്കെ എന്തൊക്കെയോ സാധനം ഇവിടെയൊക്കെ കൂടുണ്ട് ഗൈസ്. അപ്പുറത്ത അടിക്കൂ. Guys, ഓടിക്കൂ. എൻ്റെ സാധനങ്ങൾ എല്ലാം പോയി. ഒരാവശ്യം ഉണ്ടായില്ല. മാറ്. എൻ്റെ സാധനങ്ങൾ പോയേ. എന്ത് വില എടുത്ത് എനിക്ക് എൻ്റെ സാധനങ്ങൾ പോയാൽ പിന്നെ എല്ലാം പോയി. അമ്മ അയ്യോ എൻ്റെ സാധനങ്ങളെ ഓടണം.
സാധനം അവിടെ ഉണ്ട് കഴിച്ചു. ഇത് അവന്മാര് അവിടെ ഉണ്ട് കഴിച്ചു. റീസ്പോണായി പോവാൻ വരുന്നാ മതിയായിരുന്നു. നേരെ ചാടുക, അത് എടുക്കുക, വീട്ടിൽ പോവുക. അത് മാക്സ് അവന്മാരെ ഫൈറ്റ് ചെയ്തിരിക്കാൻ സമയമില്ല. എൻ്റെ സാധനം ഡീസ്പോൺ എന്തൊക്കെയോ ആയിപ്പോകും ഗൈസ് വേമ്പോ സമയമില്ല. ഓടിക്കോട് ഗൈസ്, അതെന്തോ ഗൈസ് വലിയ സംഭവമാണ് ഗൈസ്. എൻ്റെ സാധനങ്ങൾക്കൊന്നും പറ്റാതിരുന്നാൽ മതി. എൻ്റെ സാധനങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞ പിന്നെ എൻ്റെ നടക്കുന്നത് വേറെ കാളിയുടെ ആട്ടം. അയ്യോ ഗൈസ്, എൻ്റെ സാധനം അങ്ങോട്ടാണ് കഴിച്ചത്. എന്ത് വില കൊടുത്ത് അത് വാങ്ങി, എനിക്കത് വേണം കഴിച്ച്. കാരണം അവിടെ ഉണ്ട് പൊങ്ങി എന്തൊക്കെയോ കിടപ്പുണ്ട്. ഒറ്റ മുന്നിൽ പോക്കരുത്. ഇതിൻ്റെ വലിയ സെറ്റപ്പാണ് കഴിച്ചത്. എല്ലാം കൂടി ചത്തു. കിട്ടിയ സാധനം വെച്ച് എടുത്ത് ഓടാൻ കഴിച്ച്. അല്ലാതെ അവന്മാരുടെ അടിച്ച് നിൽക്കാൻ അവന്മാരുടെ കയ്യിൽ അമ്പും വലിയ കുറച്ചക്കുറമൊക്കെ ഉണ്ട് കഴിച്ച്. ഉള്ള സാധനങ്ങൾ വെച്ച് അതിൽ എൻ്റെ പകുതി സാധനങ്ങളും എന്തോ ഡീസ്പോണായി പോയെന്ന് തോന്നുന്നു. ഡീസ്പോൺ എന്തോ ആയിപ്പോയെന്ന് തോന്നുന്നു കഴിച്ച്. എനിക്ക് അതും എൻ്റെ സാധനങ്ങൾ മാത്രം കിട്ടിയത്, വേറെ ഒന്നും എനിക്ക് കുഴപ്പമില്ല. ഓടിപ്പോ. അവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ചെന്നെടുക്കുക, വരിക. അങ്ങനെ മൂന്ന് കഴിക്കാൻ ഗൈസ്. ഇത് അങ്ങനെ വിട്ടാൽ പറ്റൂല ഗൈസ്. എൻ്റെ ഹാർബറും പോയി, പിക്കാക്സ് പോയി, ഒരു ഹെൽമെറ്റ് വേണം, പാൻറ് വേണം. ഗൈസ് ഇതിനുള്ളത് ഞാൻ അവന്മാർക്ക് കൊടുത്തിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ചു ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ അവന്മാരെ പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഗൈസ് ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.